നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരം ആശംസിക്കാനും വൈകിപ്പോയി. സാധാരണ ഒരു കഴിഞ്ഞ തിരക്കുകൾക്കിടയിലായി പോയിരുന്നു. എങ്കിലും പകല് അവസാനിച്ചെങ്കിലും ഇന്ന് തന്നെ നിങ്ങളോട് രണ്ടു വാക്ക് എൻ്റെ ആശംസ അറിയിക്കാൻ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് വൈകി ഞാൻ വന്നത്. നമുക്ക് 2025 വരവേൽക്കാം ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ. ഇന്നലകളിൽ നമുക്ക് കുറേ ദുരനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളുണ്ടായി. മനുഷ്യ സഹജമാണ്, ലോക സഹജമാണ്. അതുകൊണ്ട് നമുക്കതിൽ മാത്രമായി വേദനിച്ച് നിൽക്കാൻ കഴിയില്ല. അതിൻ്റെ പാളിച്ചകൾ മനസ്സിലാക്കി, പ്രയാസങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കി അതിനെ തിരുത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിതം കുറേ കൂടി സമ്പുഷ്ടമാകുന്നത്. 2025 നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വ്യക്തി എന്ന നിലയിൽ, ഒരു സാമൂഹിക ജീവിതം എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന കർമ്മ മേഖലകളിൽ ഒക്കെ നമുക്കുണ്ടായ പാളിച്ചകൾ നമുക്ക് മാറ്റിവെക്കാം, അതെല്ലാം മറക്കാം, അല്ലെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ട് 2025 കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു കാലമായി നമുക്ക് അതിനെ വരവേൽക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് മനുഷ്യൻ ധരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുക. കൂടെയുള്ളവരെ കൂടെ നിർത്തി നമ്മളോടൊപ്പം എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട്, നമ്മൾ സാധാരണ പറയുന്ന പോലെ എല്ലാ മനുഷ്യരുടെയും സ്നേഹവും അവരുടെ സന്തോഷവും അവരുടെ സൗഹൃദവും നമുക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് നീങ്ങാം. ഞാൻ വിശ്വസിക്കുന്നു 2025 നമുക്ക് മാത്രമല്ല, ലോകത്തെമ്പാടും ഇന്ന് കാണുന്ന അശാന്തിയുടെയും അസംതൃപ്തിയുടെയും അസമത്വത്തിൻ്റെയൊക്കെ കാലത്തെ കുറേയെങ്കിലും ഇല്ലാതാക്കുന്നൊരു കാലമായിരിക്കാം. കാരണം നമ്മളെ കാലം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നലെകളുടെ പ്രതിസന്ധിയിൽ നിന്ന്, ആ വീഴ്ചകളിൽ നിന്ന് വീണ്ടും കരയേറി കൂടുതൽ മുമ്പോട്ട് പോവുക എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മാനവരാശി നേട്ടങ്ങളുണ്ടാക്കി മുമ്പോട്ട് പോയത് അത്തരം കുതിപ്പുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നമുക്ക് മുന്നേറാം. ഒരു നല്ല നാളേക്ക് വേണ്ടി 2025 സന്തോഷത്തിൻ്റെ വർഷമാകട്ടെ, നമുക്കൊരുപാട് നേട്ടങ്ങളുടെ കാലമാകട്ടെ. ഈ യൂട്യൂബിലൂടെ നിങ്ങളോട് അത്തരം ചില കാര്യങ്ങൾ സംസാരിക്കാൻ, സംവേദിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ.